ബ്ലിങ്കിറ്റിൻ്റെ റാപ്പ് കൊണ്ട് നമുക്കൊരു ജങ്ക് ജേർണൽ ഉണ്ടാക്കിയാലോ. സോ വെൽക്കം ടു ഡേ 4 ഓഫ് 100 ഡേയ്സ് ഓഫ് ജങ്ക് ജേർണൽ സീരീസ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജങ്ക് ജേർണൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എനിക്ക് ആവശ്യമായിട്ടുള്ള കട്ടകളൊക്കെ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എൻ്റെ കയ്യിൽ സിസേഴ്സൊന്നും ഇല്ല, കാരണം ഞാനിപ്പോൾ നാട്ടിലില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവരുമ്പോഴാണെങ്കിൽ അതിൻ്റെ ജേർണൽ സപ്ലൈസ് ഒന്നും കൊണ്ടുവന്നിട്ടും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ കീറിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നതല്ല. ഞാൻ ആ ബ്ലിങ്കിറ്റിൻ്റെ കവറിൻ്റെ മുകളിലുള്ള മാക്സിമം ഊറ്റാൻ പറ്റുന്നതൊക്കെ എടുത്തിക്കണം കേട്ടോ, നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ ഹൈഡ്രേഷൻ ട്രാക്കർ ആട്ടോ. പറഞ്ഞാൽ അവിടെ 4 കപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഒരു ദിവസം എത്ര ഡെയിലി വെള്ളം കുടിച്ചെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യേണ്ടത്. പിന്നെ റാപ്പിൻ്റെ മുകളിലുള്ള QR കോഡ് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കോട്ടാട്ടോ അതിൻ്റെ അടിയിലുള്ളത്, അത് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോട്ട് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ റീഡിങ് ദിസ് ഡ്രിങ്ക് വാട്ടർ നട്ടോ. നല്ല രസമായിട്ട് എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേ. അവസാനം പിന്നെ ബ്ലിങ്കിറ്റ് എഴുതിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ടും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ജേർണൽ ഞാൻ വളരെ പെട്ടെന്നാണ് ചെയ്തത്. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് ചെയ്യാൻ. അങ്ങനെ അത് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും കോട്ട് എഴുതി കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കോട്ട് എഴുതിയത്. അത് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവസാനം ഞാൻ എവിടെ ഉള്ളതെന്നും എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ളതാണെന്നും എന്നാണ് ഡേറ്റ് എന്നൊക്കെ എഴുതിയിട്ട് അവസാനം ഞാൻ ഈ ജേർണൽ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ.